പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു തർക്കമാണ്. പക്ഷേ അത് പലതരത്തിലാണ്. ഒരു ജലവിഭവ തർക്കം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമടക്കം പല സർക്കാരുകൾ മാറി മാറി വരുന്നു. എന്നിട്ടും ഈ തർക്കത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റാതെ വരുന്നു. അതായത് കേരളത്തിൻ്റെ സുരക്ഷ, തമിഴ്നാടിന് ജലം, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ആശങ്കകൾ പരിഹരിച്ച് ഈ പ്രശ്നപരിഹാരം സാധ്യമാകുമോ? തീർച്ചയായും സ്വപ്ന, അതായത് ഈ തമിഴ്നാട്ടിൽ സർക്കാർ മാറി വിജയ് സർക്കാർ വന്നപ്പോൾ തന്നെ കേരളം പ്രധാനമായും ഉറ്റുനോക്കിയത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ സർക്കാർ, പ്രത്യേകിച്ച് വിജയ് സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും. നമുക്കറിയാം സ്റ്റാലിൻ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത്. അപ്പോഴും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ എന്നല്ല എല്ലാ കാലങ്ങളിലും സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരിൻ്റെ കാലത്ത് ആയാലും കേരളം മുന്നോട്ട് വെച്ചത് പുതിയൊരു ഡാം വേണമെന്നൊരു ആവശ്യമായിരുന്നു. എന്നാൽ അതിൻ്റെ നഖശിഖാന്തം എതിർത്തിരുന്ന അന്ന് സ്റ്റാലിൻ സർക്കാർ പുതിയ ഡാം ഒരിക്കലും തമിഴ്നാട് അനുവദിക്കുകയില്ല. നിലവിലെ ഡാം തന്നെ സുരക്ഷിതമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 152 അടിയായി ഉയർത്തണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. അപ്പോഴും തമിഴ്നാട് വാദിച്ചിരുന്നത് സുപ്രീം കോടതിയുടെ വിധി, അതായത് സുപ്രീം കോടതിയുടെ പല സമിതികൾ, വിദഗ്ധ സമിതികൾ പലതവണ പരിശോധന നടത്തി ജലക്ഷയത്തിൽ ഒരു കുഴപ്പവുമില്ല, സുരക്ഷിതമാണ്, അതുകൊണ്ട് തന്നെ ജലം സംഭരണ ശേഷി ഉയർത്താമെന്നൊരു നിലപാട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ വിദഗ്ധ സമിതി ജലക്ഷയം ഉണ്ടായിട്ടില്ല, മാത്രമല്ല പല ട്രൈബ്യൂണൽ വിധികളുമുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കാട്ടിയായിരുന്നു അന്ന് തമിഴ്നാട് സർക്കാർ എല്ലാ കാലവും പുതിയ ഡാം എന്ന കേരളത്തിന്റെ നിർദ്ദേശത്തെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ആവശ്യത്തെ നഖശിഖാന്തം എതിർക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അതേ നിലപാട് തന്നെയായിരിക്കും വിജയ് സർക്കാർ എന്നായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. സംശയമില്ല, വിജയ് സർക്കാർ അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യത്തെ മുഖം തിരിച്ചു നിൽക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, മുല്ലപ്പെരിയാറിൽ നിലവിലെ അതിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന് അദ്ദേഹം ബജറ്റിൽ പോലും അദ്ദേഹം പ്രഖ്യാപിച്ചാണ്. ആദ്യ ബജറ്റിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് തമിഴ്നാടിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലശേഷി ഉയർത്തുമെന്നാണ്. അതായത് 142 152 ആയി ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ കേരളം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അങ്ങനെ ഒറ്റയടിക്ക് തീരുമാനിക്കാൻ ഏകപക്ഷീയമായി തമിഴ്നാട് അവകാശമില്ല. അപ്പോൾ ഈ സ്റ്റാലിൻ സർക്കാർ ഈ കേരളത്തിന്റെ ആവശ്യത്തെ മുഖം തിരിച്ച് നിന്നപ്പോഴും കേരളവുമായി നല്ല ബന്ധത്തിലായിരുന്നു. നമുക്കറിയാവുന്ന പിണറായി സർക്കാരും ഒക്കെ ആയിട്ട് MK സ്റ്റാലിൻ നല്ല ബന്ധത്തിലായിരുന്നു. നിലവിൽ വിജയ് സർക്കാരും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വൈകാരികമായ വിഷയം തന്നെ, കേരളമായാലും തമിഴ്നാടായാലും വൈകാരികമായ വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ തമിഴ്നാടിൻ്റെ അതേ സ്റ്റാൻഡിൽ ഉറച്ച് പുതിയ സർക്കാർ നിൽക്കുമ്പോഴും കേരളവുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമുക്കപ്പോഴും അറിയേണ്ടത് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് പുതിയ ഡാമാണ്. കാരണം നമ്മളിപ്പോഴും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥലവും നമുക്ക് അത്രയേറെ ഭൂകമ്പ സാധ്യതയുള്ള ആ ഒരു ഭയത്തിൻ്റെ ആശങ്കയുടെ മുൾമുനയിലാണ് കേരളം ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു ഡാം വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായ ആവശ്യം പറഞ്ഞതാണ്, പുതിയ ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തമിഴ്നാടിന് തീരുമാനിക്കാം, വെള്ളം മുഴുവനും തമിഴ്നാടിന് നൽകും, ഇതിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും കേരളം ഏറ്റെടുക്കുകയും ചെയ്യും. അത്രയേറെ നിർദ്ദേശം നൽകിയിട്ടും തമിഴ്നാട് അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. ഒരിക്കലും പുതിയ ഡാം അനുവദിക്കാൻ പറ്റില്ല, അത് അന്നുണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണ് എന്നതും നിലവിൽ ഡാമിന് ഒരു ബലക്ഷയവും ഇല്ല എന്ന സ്റ്റാൻഡിൽ തന്നെ ആ നിലപാടിൽ തന്നെ തമിഴ്നാട് ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ടത്, വിജയ് സർക്കാർ ഒരിക്കൽ പോലും ആ മുല്ലപ്പെരിയാർ ഡാം എന്ന ഒരു ആവശ്യത്തിൽ നിന്ന് മുന്നോട്ട് പോകില്ല. കാരണം ഈ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ അത്രയേറെ കർഷകരുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളവും കൊണ്ടാണ് അവരുടെ ജലസേചനത്തിനുള്ള ഉപജീവന മാർഗം നയിക്കുന്നത്. തമിഴ്നാട് സർക്കാർ, നമുക്കറിയാം വിജയ് സർക്കാരിന് ഇപ്പോൾ ഈ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വോട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക്. അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ അത്രയേറെ വൈകാരികമാണ്. തന്നെയാണ് അൺഫിലിറ്റ് ഏറ്റവും വലിയ ആശങ്ക തമിഴ്നാടിന്റെ. അതായത് ഏക്കർ കണക്കിന് പാടങ്ങൾ, ലക്ഷക്കണക്കിന് പാടങ്ങൾ തമിഴ്നാട്ടിലുള്ള, അല്ലെങ്കിൽ അവരുടെ കൃഷിയെ എല്ലാം ഈ പുതിയൊരു ഡാമിൻ്റെ വരവ് ഏത് രീതിയിൽ ബാധിക്കുമെന്ന വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തമിഴ്നാട് സർക്കാരുകൾ, ഏത് സർക്കാരുകൾ മാറി വന്നാലും അത് എപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ വിജയ് സർക്കാരും TVK സർക്കാരും അതേ ഒരു ആശങ്ക തന്നെ ഈ മുന്നോട്ട് വയ്ക്കുകയാണ് കേരളത്തിന് മുന്നിൽ. പക്ഷേ തമിഴ്നാടിന് വെള്ളം കിട്ടിയാൽ കേരളത്തിനും കൂടി പ്രയോജനം ലഭിക്കുമെന്ന തമിഴ്നാട് ഊർജ്ജമന്ത്രി CTR നിർമ്മൽ കുമാറിൻ്റെ ആ ഒരു പരാമർശം, ആ ഒരു കണ്ടെത്തൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലേക്ക് പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനെ ഇടതടവില്ലാതെ നനയ്ക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമെന്നാണ് മന്ത്രി ഇന്നിപ്പോൾ എന്തായാലും പരാമർശം നടത്തിയിരിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത മുല്ലപ്പെരിയാർ തർക്കത്തിന് പരിഹാരം എന്ത്, എപ്പോൾ എന്നറിയാനാണ് ഇരു സംസ്ഥാനത്തെയും ലക്ഷക്കണക്കിന് വരുന്ന ജനത ആഗ്രഹിക്കുന്നത്.